നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് നിർത്തിയത്? നമ്മൾ ഐ യു വി ഹി ഷീ സബ്ജക്ട് പ്രൊനൗൺസിനെ കുറിച്ച് പഠിച്ചു. ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ പോകുന്നത് ഐ ആം, യു ആർ, ഹീസ്, ഷീസ് എന്നൊക്കെ പഠിക്കണം. ഈ ആം, ആർ, വാസ്, വെർ, ഈ ഐ ആം, യു ആർ, ഹീസ്, ഈ ഈസ് ആം ആർ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഈസ് ആം ആർ എന്നൊക്കെ പറയുന്നത് ഒരു ബി എന്ന് പറയുന്നതിന്റെ ഫോമുകളാണ് അല്ലെ? ഇവിടെ എഴുതിയിട്ടുണ്ട് ടു ബി. ബി എന്ന് പറയുന്നതിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് ഈ ആം, ആർ, ഈസ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ഈ ബി എന്താണ് ഫ്രഞ്ചിൽ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ സാം ആറുള്ള നമുക്ക് അവിടെയും കിട്ടും. അപ്പൊ ബി എന്ന് പറയുന്നത് ഇവിടെ എത്ത്. ഇത് ആറിന്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട്. എഹ് എന്നാണ് പറയാ, എത്ത്. അപ്പൊ പക്ഷേ ഇന്ത്യൻ പ്രൊനൗൺസിയേഷൻ, ഇന്ത്യൻസിന്റെ പ്രൊനൗൺസിയേഷനിൽ എപ്പോഴും ആർ എത്ര എന്ന് തന്നെ വരുള്ളൂ. റിഗർദെ എന്നുള്ളൊരു വേർഡ് പറയുമ്പോൾ ഹിഗാദെ എന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് വലിയ പ്രശ്നങ്ങളോ വലിയ ബുദ്ധിമുട്ടുകളോ ഉള്ള കാര്യമില്ല. കാര്യം അമേരിക്കൻസിന്റെ സ്ലാങ്, ഇംഗ്ലീഷ് സ്ലാങ് കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ആർ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അതിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ത്യൻസിന്റെ പോലെയല്ല. പക്ഷെ എന്ന് കരുതിയിട്ട് പ്രൊനൗൺസിയേഷനിലോ സംഭാഷണത്തിലോ എന്തെങ്കിലും വ്യത്യാസം വരാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ആറ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, കുറച്ച് സൗണ്ട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആസ് ആൻ ഇന്ത്യൻ എൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? ആർ എത്ര എന്നാണ് പറയുന്നത്. ഇത് എക്സാക്ട് പ്രൊനൗൺസിയേഷൻ ഈസ് എഹ്, എഹ് എന്നാണ് പറയുന്നത്. പക്ഷെ ആർ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ഓൾസോ ആക്സെപ്റ്റഡ്. അപ്പൊ ഇതിന് നമുക്ക് എത്ര എന്ന് പറയാം. എത്ര, എത്ര, എത്ര എന്ന് പറയുന്നതാണ്. ഇതിന്റെ ഈടെ മുകളിൽ ആക്സെന്റ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ആക്സെന്റ് നമുക്ക് പരിചയമുള്ളതാണ്. ഇപ്പൊ കഫേയുടെ മുകളിൽ ഈടെ മുകളിൽ ആക്സെന്റ് ഉണ്ട്. അപ്പൊ ഈ ആക്സെന്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒരു അല്പം സ്ട്രെസ് കൊടുക്കണം ആ ലെറ്ററുകൾക്ക്. ഇ എന്നുള്ളത് എന്നാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ട്രെസ് കൊടുക്കും അതിനെ. ലിപ്സ് മുകളിലേക്ക്, സൈഡിലേക്ക് എന്നൊക്കെ കുറച്ച് റൂൾസുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. തൽക്കാലം ആക്സെന്റ് ഇതൊക്കെ ഒരു ആക്സെന്റ് ആണ്. അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അത് നമുക്കൊരു സ്ട്രെസ് കൊടുക്കുന്നു ആ ലെറ്ററിന്, അത്രേ ഉള്ളൂ. അത്ര മനസ്സിലാക്കിയാണ് തുടക്കത്തിൽ. നമുക്ക് കുറച്ച് ചെയ്യേണ്ടത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എത്ര, ടു ബി എന്ന് പറയുന്ന ഇംഗ്ലീഷിന്റെ ഇക്വലന്റ് എന്താണ്? എത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ആം, ആർ, ഈസ് ഇങ്ങനെ പോകുന്നു. പക്ഷെ ഇതിന്റെ അതേ ഇക്വലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐ ആം എന്ന് പറയുന്നത് ഫ്രഞ്ചില് ഷിസ്വി എന്നാണ്. ഷിസ്വി നേരത്തെ പറഞ്ഞു. ലാസ്റ്റ് ലെറ്ററുകൾ നമുക്ക് പറയാറില്ല. അപ്പൊ ലാസ്റ്റ് ലെറ്റർ നമ്മൾ ഇവിടെ സ്കിപ്പ് ചെയ്തു. സ്വീ, ഷ്, സ്വീ എന്താ പറയാ? ഷ്, സ്വീ, ഷ്, സ്വീ. അടുത്തത് യു ആർ. ഈ യു ആർ ഇൻഫോർമൽ ആണ്. ഫോർമൽ ആയിട്ടുള്ള യു ആർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇൻഫോർമൽ ആയിട്ടുള്ള യു ആർ എന്ന് പറയുന്നത് ടു എ. ദിസ് ഈസ് ഓൾസോ എ, ടു എ. ഷിസ്വി, ടു എ. അടുത്തത് ഹി ഈസ്. ഹി എന്താണ്? നമുക്ക് നേരത്തെ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു, ഇല്ലെന്നാണ് പറയാ. അപ്പൊ ഹി ഈസ് എന്ന് പറയുന്നത് ഇവിടെയും ഈ ടി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇലേ. ദിസ് ഈസ് എ, ഇലേ. അടുത്ത് ഷി ഈസ് എലേ, എൽ എ, എലേ. അടുത്ത് വി ആർ. വി ആർ നേരത്തെ പഠിച്ചിരുന്നു. ന്യൂ. ഇത് ന്യൂ എന്നാണ് പറയുന്നത്. എസ് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇത് ചേർത്ത് പറയുമ്പോൾ നുസോം എന്ന് പറയും. നുസോം. ഈ ലാസ്റ്റ് എസ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, പറയുന്നില്ല. നുസോംസ് എന്നല്ല, നുസോം. അപ്പൊ ഇതെന്താ വായിക്കുക? ന്യൂ സോം, നുസോം. അടുത്തതായിട്ട് നമുക്ക് യു ആറിന്റെ ഫോർമൽ യൂസേജ്. ഫോർമൽ യൂസേജിൽ ഇത് നമുക്ക് വു എന്നാണ് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചത്. കാര്യം എന്താണ്? എസ് നമ്മൾ പറഞ്ഞില്ല, ലാസ്റ്റ് ലെറ്റർ നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ വു എന്നാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതൊരു കൺസണന്റ് ലെറ്റർ ആണ്, ഇതൊരു വവ്വൽ ലെറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ വായിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ആപ്പിൾ എന്ന് നമ്മൾ പറയാറില്ലോ. ഇറ്റ്സ് ആൻ ആപ്പിൾ അങ്ങനെ പറയാ, ചേർത്തങ്ങ് പറയുമ്പോൾ അല്ലെ? ഇറ്റ്സ് ആൻ ആപ്പിൾ, ഇറ്റ്സ് ആൻ ആപ്പിൾ അങ്ങനെയല്ല പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആപ്പിൾ എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ എന്താണ് ഇതിന്റെ നമ്മൾ സാധാരണ ഒരു ഫ്ലെക്സിബിൾ കോൺവെർസേഷനിൽ, ഫ്ലെക്സിബിൾ സെന്റൻസ് എന്നായിരിക്കും എന്താ പറയാ? ഇറ്റ്സ് ആൻ ആപ്പിൾ അല്ലെ? അതേപോലെ തന്നെ ഒരു കൺസണന്റ് ലെറ്ററും. കൺസണന്റ് ലെറ്റർ നമുക്കറിയാം, വവ്വൽ ലെറ്റർ നമുക്കറിയാം. ഒരു കൺസണന്റ് ലെറ്ററും വവ്വൽ ലെറ്ററും കൂടി വന്നാൽ അത് രണ്ടും മിക്സ് ചെയ്ത് വായിക്കും. ഇത് വു എത്ത് എന്നല്ല, വുസെത്ത്. ഈ എസ് നമ്മൾ പറയുന്നില്ല. അപ്പൊ എന്താണ്? വുസെത്ത്, വുസെത്ത്. ലാസ്റ്റ് നമുക്ക് നോക്കാം. ദേ ആർ. ദേ ആർ. രണ്ട് ദേ ആർ ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കാര്യം എന്താണ്? ഫെമിനിൻ ഗ്രൂപ്പ്, മാസ്കുലിൻ ഗ്രൂപ്പ്, മിക്സ്ഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇത് ഒരു മാസ്കുലിൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഇൽ സോൺ. ഇൽസ് എന്നാണ്, പക്ഷെ എസ് പറയില്ല. ഇൽ സോൺ. അടുത്തത് എൽ സോൺ. സോൺട്ടല്ല, ടി പറയില്ല, കാരണം ലാസ്റ്റ് ലെറ്റർ നമുക്ക് വേണ്ട. അപ്പൊ ഇൽസോൺ, എൽസോൺ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് വായിക്കാം. ഐ ആം, ഷിസ്വി, യു ആർ. ദിസ് ഈസ് ഇൻഫോർമൽ. ടു എ. ഹീസ്, ഇലേ. ഷീസ്, എലേ. വി ആർ, നുസോം. യു ആർ, വുസെത്ത്. ദേ ആർ, ഇൽസോൺ. ദേ ആർ, എൽസോൺ. ഓക്കെ, ഇനി ഇത് നമുക്കൊരു ചെറിയൊരു ടെക്നിക്ക് ചെയ്യാം. ഇത് നിങ്ങൾ കേട്ടു, ഇത് മനസ്സിലാക്കി, ഇത് പഠിച്ചു. ഇനി യൂട്യൂബിലേക്ക് പോവുക. യൂട്യൂബിൽ പോയിട്ട്
കോൺജുഗേഷൻ ഓഫ് എത്ര. കോൺജുഗേഷൻ ഓഫ് എത്ര എന്ന് അടിച്ചു കൊടുക്കുക. എത്രന്റെ കോൺജുഗേഷൻസ് എന്താണെന്ന് അടിച്ചു കൊടുക്കുക. എന്താണ് കോൺജുഗേഷൻസ് എന്ന് പറയുന്നത്? ഒരു സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആവുന്നതിനാണ് ഈ കോൺജുഗേഷൻസ്. ഈ ബിയുടെ കോൺജുഗേറ്റഡ് ഫോംസ് ആണ് ഇതല്ല. എത്രന്റെ കോൺജുഗേഷൻസ് ആണ് ഈ കാണുന്നതല്ല. സബ്ജക്ട് പ്രൊനൗണിന് അനുസൃതമായിട്ട് ആ ഓക്സിലറി വെർബ്സിനെ ഉപയോഗിക്കുന്നതിനെയാണ് ഈ കോൺജുഗേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രന്റെ കോൺജുഗേഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കോൺജുഗേഷൻസ് ഓഫ് എത്ര എന്ന് നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കുക. ഇതേ സംഭവങ്ങൾ നമുക്ക് കാണാം. അതൊന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഫ്രഞ്ചുകാർ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതും കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഐ ആം, യു ആർ, ഹി ഈസ്, ഷീ ഈസ്, ദേ ആർ, വി ആർ എന്നൊക്കെ പറയാന്നുള്ളത്. അപ്പോൾ ഷസ്വി, ടുവേ, ഇലേ, എലേ, നുസോം, ഉസത്, ഇൽസോം, എൽസോം. ഓക്കെ. അപ്പൊ ഐ ആം ഐ. അടുത്ത എന്താണ്? ഐ ആം എ ടീച്ചർ എന്ന് പറയണം. ആർ യു എ ടീച്ചർ എന്ന് പറയണം. ക്വസ്റ്റ്യൻ ചോദിക്കണം. ആർ യു എ ടീച്ചർ? യെസ് ഐ ആം എ ടീച്ചർ. നോ ഐ എം നോട്ട് എ ടീച്ചർ എന്നൊക്കെ പറയണം. അതാണ് നമ്മുടെ ടാസ്ക്. ആർ യു ബിസി? യെസ് ഐ ആം ബിസി. നോ ഐ എം നോട്ട് ബിസി എന്നൊക്കെ പറയണം. ഓക്കെ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തായിട്ട് കാണാം. ആർ യു എ ടീച്ചർ എന്നെങ്ങനെ ചോദിക്കാം. ഓക്കെ.